പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ ഏറ്റവും ധൈര്യശാലിയായ ഒരു ഉദ്യോഗസ്ഥനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ഹാരിസ് എന്നാണ്. അദ്ദേഹം ധൈര്യശാലിയായത് കുറേ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിലാണ്. അദ്ദേഹം ജോലിയെടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ചില പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചതുകൊണ്ടാണ്. അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. കുറച്ച് കാലങ്ങളായി കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവർ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പൊതുജനാരോഗ്യം താറുമാറായിക്കൊണ്ടിരിക്കുന്നു, അവിടെ സൗജന്യ ചികിത്സ ലഭിക്കുന്നില്ല, ശസ്ത്രക്രിയകൾ കൃത്യമായി നടക്കുന്നില്ല, അങ്ങനെ വലിയ പരാതികൾ ഉന്നയിച്ചുകൊണ്ട് തെരുവിൽ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെയാണ് നമ്മുടെ സർക്കാർ ആരോഗ്യരംഗം നമ്പർ 1 ആണ്. യൂറോപ്യൻ നിലവാരത്തിലുള്ള ചികിത്സകളാണ് അവിടെ ലഭിക്കുന്നത്, ശസ്ത്രക്രിയകളും മറ്റു മരുന്നുകളുമൊക്കെ സൗജന്യമായി നൽകുന്നു എന്നൊക്കെ പല്ലവി പാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭരണപക്ഷ പാർട്ടിയുടെ അനുയായികളും അതേ പല്ലവി തന്നെ ഏറ്റുപാടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ഡോക്ടർ ഹാരിസിനെ പോലുള്ള വിദഗ്ധനായ സത്യസന്ധനായ ഒരു ഡോക്ടർ വെളിപ്പെടുത്തിയിരിക്കുകയാണ് മെഡിക്കൽ കോളേജിലെ ചില പ്രശ്നങ്ങൾ. അവിടെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലാഞ്ഞിട്ട് രോഗികളോട് പണം വാങ്ങി കമ്പനികൾക്ക് കൊടുത്ത് ശസ്ത്രക്രിയാ ഉപകരണം വാങ്ങിക്കേണ്ടതിൻ്റെ ഗതികേടിനെ കുറിച്ച് തുറന്നെഴുതിയിരിക്കുകയാണ് ഡോക്ടർ ഹാരിസ്. അങ്ങേയറ്റം സത്യസന്ധനായ ഒരു ഡോക്ടറെ സർക്കാരിൻ്റെ ഈ കെടുകാര്യസ്ഥത മൂലം ആ ഡോക്ടർ കള്ളത്തരം ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. സർക്കാരും ഭരണപക്ഷ പാർട്ടികളും കേരളത്തിലെ ആരോഗ്യരംഗം നമ്പർ 1 ആണ് എന്ന് വലിയ വായിൽ പറയുകയും റീൽസ് ഇടുകയും സിനിമാ കോട്ടയിൽ പരസ്യം ചെയ്യുകയുമൊക്കെ ചെയ്യുമ്പോഴും ഈ ഭരണപക്ഷ പാർട്ടിയിലെ അനുയായികളും നേതാക്കന്മാരുമൊക്കെ ചികിത്സയ്ക്ക് പോകുന്നത് അമേരിക്കയിലാണെന്ന് മാത്രം. ഡോക്ടർ ഹാരിസിനെ പോലെ കേരളത്തിലെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ന്യൂനതകളും പ്രശ്നങ്ങളും അറിയാവുന്ന നിരവധി ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ അവരാരും ഡോക്ടർ ഹാരിസിനെ പോലെ തുറന്നു പറയുന്നില്ല. ഇവരാരെയാണ് ഭയപ്പെടുന്നത്? അവർ ഭയപ്പെടുന്നത് മറ്റാരെയുമല്ല, അതാത് കാലത്തെ ഭരണമേറ്റിരിക്കുന്ന സർക്കാരുകളെയാണ് ഭയപ്പെടുന്നത്. പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെ, നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? അങ്ങനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിലെ അപകടമാണ്. എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ ഞാനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അടുക്കളയിൽ അരിയും മുളകും മഞ്ഞളും പരിപ്പും ഉപ്പും ഒക്കെ തീർന്നു എന്നിരിക്കട്ടെ, ഗ്യാസും തീർന്നു എന്നിരിക്കട്ടെ, പക്ഷേ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ കുടുംബാംഗങ്ങൾ എന്നോട് പറയാൻ പേടിക്കുന്നുവെങ്കിൽ അത് കുടുംബാംഗങ്ങളുടെ പരാജയമല്ല, അത് എൻ്റെ പരാജയമാണ്. ഞാൻ പറയുന്നത് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഒക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഡോക്ടർ ഹാരിസ് പറഞ്ഞ വിഷയം അത് യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗത്തെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും എല്ലാ ആശുപത്രികളിലും ഇതേ വിഷയം തന്നെ നിലനിൽക്കുകയാണ്. കേരളത്തിലെ സർക്കാർ ആശുപത്രി സംവിധാനങ്ങൾ സ്വകാര്യ ആശുപത്രികൾക്ക് അടിയറ വച്ചിരിക്കുകയാണ്. ഈ പോക്കാണ് പോകുന്നതെങ്കിൽ കേരളത്തിലെ സാധാരണ ജനങ്ങൾ ചികിത്സ കിട്ടാതെ മരിക്കും. ഇതൊന്നും ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ മാത്രമല്ല, മിക്ക ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അയാളോട് ഒരു കെട്ട് പേപ്പർ വാങ്ങിക്കാൻ പറയും. അധ്യാപകരുടെ കാര്യമെടുക്കുക, ഉച്ചക്കഞ്ഞിയുടെ കാര്യത്തിൽ അവർ ഉച്ചക്കഞ്ഞിക്ക് വേണ്ട സാധന സാമഗ്രികൾ പച്ചക്കറിയും മറ്റും വാങ്ങണമെങ്കിൽ അത് മറ്റ് മനുഷ്യരോട് തെണ്ടേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ സർവ്വമേഖലയും ഇത്തരം പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതൊക്കെ അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കറിയാം, പക്ഷേ അവർ തുറന്ന് പറയാൻ മടിക്കുന്നു. ഭയമാണ് അവർക്ക്. സർക്കാർ ഓഫീസിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പുറത്തു നിന്ന് ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നിരോധനങ്ങളുണ്ട്. നമ്മളെ അപ്പോൾ തന്നെ അവർ പോലീസിനെ വിളിച്ച് പറയും. അപ്പോൾ നമുക്കൊന്നും അന്വേഷിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതൊക്കെ കൃത്യമായി അറിയാവുന്ന ഉദ്യോഗസ്ഥരുണ്ട് അവിടെ, പക്ഷേ അവരാരും തന്നെ ഇത് പുറത്ത് പറയുന്നുമില്ല. അപ്പോൾ പുറത്തു നിന്ന് പറയുന്ന ഒരാളേക്കാൾ വിശ്വാസയോഗ്യമാണ് ഈ ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് പുറത്ത് ജനങ്ങളോട് പറയുന്നത്, മാധ്യമങ്ങളോട് പറയുന്നത്. അത് കൂടുതൽ വിശ്വാസയോഗ്യമാണ്. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബനാഥനോട് ആ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, അവിടുത്തെ പോരായ്മകളെക്കുറിച്ച് കുടുംബനാഥനോട് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായും അത് ജനങ്ങളോട് വിളിച്ചു പറയണം. ജനങ്ങളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ഈ ഡോക്ടർ ഹാരിസിനെ പോലെ നിങ്ങൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ പോരായ്മകളും ന്യൂനതകളും പൊതുജനങ്ങളോട് മാധ്യമങ്ങളോടൊക്കെ വിളിച്ചു പറയുകയാണ് ചെയ്യേണ്ടത്.
അങ്ങനെയാണ് ജനങ്ങളോട് ഉത്തരവാദിത്തം കാണിക്കേണ്ടത്, സ്നേഹമുണ്ടാകേണ്ടത്. നിങ്ങളെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, പൊതുജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളത് ചെയ്തിരിക്കും. പൊതുജനങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും.